മനുഷ്യൻ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അമാനുഷിക തലങ്ങൾ തേടാറുണ്ട്. അത്തരം പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. മനുഷ്യരിൽ ആരും തന്നെ ഏകാന്തതയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല. ഏകാന്തത അഥവാ ഒറ്റപ്പെടിയിൽ ഒരു വ്യക്തിയെ ശാരീരികമായും മാനസികമായും തളർത്തിയെന്ന് വരാം. കാരണം മനുഷ്യൻ പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ സഹജീവി എന്ന് വിളിക്കുന്നത്. പണ്ട് ആരണ്യകങ്ങളിൽ വർഷങ്ങളോളം തപസ്സിരുന്ന ഋഷിമാരെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പക്ഷേ ആധുനിക യുഗത്തിൽ അങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി പറയുവാൻ കഴിയുകയില്ല. കാരണം ഇന്ന് ലോകത്തെ മുഴുവനായി കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന തരത്തിൽ സാങ്കേതിക വിദ്യ വളർന്നു നിൽക്കുമ്പോൾ മനുഷ്യന് അത് ചിന്തിക്കുവാൻ കൂടി കഴിയുമെന്ന് തോന്നുന്നില്ല. ഏകാന്തത അഥവാ ഒറ്റപ്പെടൽ ഇന്ന് വ്യക്തി ജീവിതങ്ങളിൽ പലതരം മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട്. മനുഷ്യനിൽ താങ്ങാനാവാത്ത പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുവാൻ ഇതിന് കഴിയും. അതായത് താൻ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയെന്ന തോന്നൽ അവനെ ആത്മഹത്യയിലേക്ക് പോലും നയിച്ചേക്കാം. ഇത്തരം അവസ്ഥകളിൽ മാനുഷികമായി യാതൊരു സ്വാന്തന വാക്കുകളും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കാരണമാകുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിലാണ് മനുഷ്യൻ ആത്മീകതയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതുമാത്രമല്ല, അദൃശ്യമായ ഒരു കരത്തിൻ്റെ സഹായം അവൻ ആവശ്യമായി വേണ്ടതും ഇത്തരം സന്ദർഭങ്ങളിലാണ്. അതുവരെ അവൻ നിഷേധിച്ച പലതിനെക്കുറിച്ചും അറിയുവാനും കണ്ടെത്തുവാനും അതിനെ തേടിപ്പോകുവാനും തയ്യാറാകുന്നത് ഈ നിമിഷത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ ആർജിച്ച സമ്പത്തിനോ വിദ്യയ്ക്കോ വ്യക്തിപരമായ കഴിവുകൾക്കോ പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ്റെ പ്രശ്നം സങ്കീർണമായി കഴിഞ്ഞിരിക്കും. ഇപ്പോഴാണ് അവൻ്റെ ചിന്ത അമാനുഷിക തലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തയ്യാറാകുന്നത്. ഇതുവരെ കണ്ടിട്ടില്ലാത്തതും സ്പർശിക്കാൻ കഴിയാത്തതും എത്തപ്പെടാൻ കഴിയാത്തതുമായ ഉയരത്തിൽ വസിക്കുന്നവനും സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ഒരു ദൈവം അഥവാ ശക്തി ഉണ്ടെന്നും ആ ശക്തിയിലേക്ക് അവൻ്റെ പ്രശ്നങ്ങൾ എത്തപ്പെട്ടാൽ പരിഹാരം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് അവനിൽ ഉളവാക്കപ്പെടുന്നു. ഈ തിരിച്ചറിവിൽ നിന്നുമാണ് അവനിൽ ഉരുവാക്കപ്പെടുന്ന ഒന്നാണ് വിശ്വാസം എന്നത്. അതുമാത്രമല്ല, അവൻ ചില പ്രത്യേക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ബുദ്ധിക്ക് അപ്പുറമായി അവന് കണ്ടെത്തുവാൻ കഴിയാത്തതോ പരിഹരിക്കാൻ കഴിയാത്തതോ ആയ പ്രശ്നങ്ങൾ അധികരിക്കുമ്പോൾ ആശ്വാസം കണ്ടെത്തുവാൻ കഴിയുന്നതായ ഏതെങ്കിലും ഒന്നിൽ അവൻ ആശ്രയിക്കുവാൻ തയ്യാറാകുന്നു. ഈ ആശ്രയത്തെ അവസാന പിടിവള്ളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതും ഇല്ലാതാകുമ്പോൾ അവൻ സ്വയം ഇല്ലാതാകുവാൻ ശ്രമിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്നുമാണ് അവനിൽ വിശ്വാസം ജനിക്കുന്നത്. ഈ വിശ്വാസം എന്നത് മനുഷ്യന് കഴിയാത്തത് അദൃശ്യമായി വ്യാപരിക്കുന്ന ദൈവത്തിന് കഴിയും എന്നതാണ്. ഈ വിശ്വാസം പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ഒരു ശക്തി അവനിൽ സ്വയം ഉൽപ്പാദിതമാക്കപ്പെടുന്നു. ഈ സ്വയം ഉൽപ്പാദിത ശക്തി സ്വന്തങ്ങൾക്കും ബന്ധങ്ങൾക്കും അതീതമായി ഉയർന്നു നിൽക്കുന്ന ഒരു അദൃശ്യ ശക്തിയോട് സംവേദിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അവനെ പ്രേരിപ്പിക്കുന്നു. ഈ സംവേദനത്തിലൂടെ അവൻ്റെ പ്രശ്നങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു. അതുമൂലം അവൻ്റെ ഉള്ളിൽ ഒരു ശാന്തത രൂപപ്പെടുകയും ഈ ശാന്തത മരണത്തിൻ്റെ കയത്തിൽ നിന്നും അവനെ കൈപിടിച്ചുയർത്തുവാൻ പര്യാപ്തമാണ്. ഈ ശാന്തതയുടെയും സമാധാനത്തിൻ്റെയും അനുഭവം ഇതുവരെ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പ് അവനിൽ ഉണ്ടാക്കപ്പെടുന്നു. നിശ്ചയമായും കൈയെത്തിപ്പിടിക്കാൻ കഴിയാത്ത ദൂരത്ത് എല്ലാറ്റിനും അതീതമായി മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു നിയന്ത്രിതാവ്, അതായത് ദൈവം ഉണ്ടെന്നുള്ള സത്യത്തിൽ അവൻ്റെ മനസ്സ് അവനറിയാതെ ഉറച്ചു പോകുന്നു. തുടർന്ന് ആ നിയന്ത്രിതാവിനെ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ അവൻ സ്വയം തയ്യാറാവുകയാണ്. അങ്ങനെ അവൻ അറിയാത്ത മതം എന്ന സങ്കല്പത്തിൻ്റെ ഭാഗമായി മാറുന്നു. മതം എന്ന വാക്കിൻ്റെ നിർവചനം തന്നെ അതാണ്. അതായത് ഒരു അമാനുഷിക നിയന്ത്രണ ശക്തിയെ, പ്രത്യേകിച്ച് ഒരു വ്യക്തിപരമായ ദൈവത്തെ അല്ലെങ്കിൽ ദേവന്മാരെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിനാണ് മതം എന്ന് പറയുന്നത്. തുടർന്ന് അവൻ എന്ത് പ്രതീക്ഷിച്ചിരുന്നുവോ അത് ലഭിക്കുമെന്ന ഉറപ്പ് അവനിൽ രൂഢമൂലമാകുമ്പോൾ പിന്നീട് അവൻ്റെ പ്രയാണം അവൻ ഇതുവരെ കാണാത്ത എന്നാൽ അനുഭവിച്ചറിഞ്ഞ ആ അമാനുഷിക ശക്തിയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും.